ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അബീനൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചന്തുമോളുടെയും അബീൻ്റെയും ആദർശിൻ്റെ ഒക്കെ മുടി നമ്മൾ കിരണിൻ്റെ അടുത്ത് DNA ടെസ്റ്റിന് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാണ്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ അബി തന്നെയാണ് ഇതിന് ഉത്തരവാദി. അതായത് നമ്മുടെ ചന്തുമോളുടെ അച്ഛന് അബിയാണെന്ന് അതിൽ തന്നെ തെളിയുന്നുണ്ട്. അതറിഞ്ഞിട്ട് നമ്മുടെ നയനും ആദർശമൊക്കെ പറയാണ്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇത് അവൻ തന്നെ ആയിരിക്കും, അവൻ എന്നിട്ട് എൻ്റെ മേലെ കുറ്റം ചാർത്തായിരുന്നൊക്കെ പറയാ. അപ്പോഴും നമ്മുടെ നയന പറയാണ്, നമുക്ക് ചന്തുമോളെ നമുക്ക് തന്നെ ഏറ്റെടുത്ത് വളർത്താം, നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുക പിന്നീട് ഒരിക്കലും നമ്മുടെ അനഘ നയനൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അനഘയ്ക്ക് നമ്മുടെ നയനനെ കാണണം, കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിപ്പിക്കാട്ടോ നമ്മുടെ നയനനെ. അങ്ങനെ നയന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അനഘയാണെങ്കിൽ നമ്മുടെ നയനൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്, അബിയാണ് തന്നെ ചതിച്ചതെന്നും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നൊക്കെ പറയാട്ടാ. അപ്പോൾ അബിയാണെങ്കിൽ നമ്മുടെ അനഘേനൊക്കെ വഞ്ചിക്കായിരുന്നെന്നും അതറിയാണ്ട് അനഘയും കുറേ കൂട്ടുനിന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അവിടെ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോ അനഘയല്ല വെച്ചതെന്നും നമ്മുടെ അബിയാണ് അത് വെച്ചതെന്നൊക്കെ നമ്മുടെ അനഘ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അനഘ കരയാണ്. ഈ സത്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് അബിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെ ആരാന്നൊന്നും പറയണ്ട, പുറത്താരും അറിയരുത് എന്നൊക്കെ പറഞ്ഞതെന്നും പിന്നെ അനഘനെ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ നമ്മുടെ നയനൻ്റെ അടുത്ത് തുറന്ന് പറയുമ്പോൾ നയനക്കും തന്നെ ആകെ ഒരു ഇതാവുണ്ട്. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ നയന ആദർശിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയാണ്. ആദർശും തന്നെ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മുത്തശ്ശൻ്റെ മുന്നിലും കൂടിയാണ് ഈ അബി നമ്മുടെ ആദർശിനെ തെറ്റുകാരനാക്കാൻ നോക്കിയത്. അപ്പോൾ അത് കാരണം നമ്മുടെ ആദർശം എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ്റെ അടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്